നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സുകളിലേക്കാണ് മരം വീണത്. KPSTA മാറ്റുലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സുകളിലേക്കാണ് മരം വീണത്. സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ നിന്ന മല്ലിമരത്തിന്റെ ഒരു ഭാഗം ബസ്സുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ശേഷം നിർത്തിയിട്ട ബസ്സുകളായിരുന്നു ഇവ. ഈ സമയത്ത് യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതിരുന്നത് അപകടം ഒഴിവായി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മാറ്റുലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗവും പൊതുസമ്മേളനവും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ES സാബു അധ്യക്ഷത വഹിച്ചു. KPCC വക്താവ് PK നൌഷാദ് അലി, ജാഥ ക്യാപ്റ്റൻ KPCC വക്താവ് PK നൌഷാദ് അലി, ജാഥ ക്യാപ്റ്റൻ KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്, ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ, അനിൽ വട്ടപ്പാറ, DCC ജനറൽ സെക്രട്ടറി TM നാസർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, TM കുഞ്ഞുമൊയ്തീൻ, CJ ദാമു, ആൻഡോ P തട്ടിൽ, പ്രവീൺ M കുമാർ, ഷിജി ശങ്കർ, നിധിൻ ടോണി, മുഹമ്മദ് റാഫി, ജിൽസൺ KS, EM മുഹമ്മദ് അലി, സൈജു PR എന്നിവർ സംസാരിച്ചു. കാരണം ഞാൻ കൊടുങ്ങല്ലൂർ 1-2 പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ എങ്ങനെയാണോ ഈ സംഘടനയെ കാണുന്നത്, എങ്ങനെയാണോ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഒരു നല്ല സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ അതിഗംഭീരമായി നടത്തിയിട്ട് നല്ലൊരു ഗേറ്റ്. ഞാൻ കടന്നു വരുമ്പോൾ ഓരോ മേഖലയും നോക്കി വരിക, നല്ല അലങ്കാരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ KPSTയുടെ മാറ്റുലി നെഞ്ചേറ്റിയ ഒരു സ്വീകരണമാണ് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സദാശിവൻ കുറവത്ത്, വിനയൻ തോട്ടാപ്പിള്ളി, MK ഷൈൻ, VR രഞ്ജിത്ത്, കോടന്ന നാരായണൻകുട്ടി, ജോയ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ചെലവിലല്ല, പഞ്ചായത്തിന്റെ സ്വന്തം ഫണ്ടെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളമായാലും എന്ത് കഷ്ടപ്പാടുകളായാലും അതിനെ നവീകരിച്ച് പുതിയ സുഖങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ പഞ്ചായത്ത്. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. 1-ാം ദിവസം വൈകിട്ട് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ജ്ഞാനപ്പാന മഹോത്സവം, തുടർന്ന് സപ്താഹ വിളംബര ചടങ്ങ് എന്നിവ നടന്നു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത്, സെക്രട്ടറി സജി ചന്ദ്രൻ, ക്ഷേത്ര മേൽശാന്തി സതീശൻ മരുത്തൂർ, ജയരാമൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഒക്ടോബർ 2 വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ ക്ഷേത്ര കലകൾ അരങ്ങേറും. ഒക്ടോബർ 2-ന് വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയെടുപ്പ്, കീർത്തനാലാപനം, സരസ്വതി പൂജ, എഴുത്തിനിരുത്തൽ, പൂജയെടുപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ചാലക്കുടി നഗരസഭാ ഭരണസമിതിയുടെ നടപടികളിലും വെൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും CITU പ്രതിനിധിയെ അകാരണമായി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നടപടിയിലും പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി.
സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ലളിതമായി നിശ്ചേതനും അജിതനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ നഗരസഭയുടെ ചെയ്തികൾ 24 മണിക്കൂർ എടുത്തുകൊണ്ട് കഴിഞ്ഞ 2 മാസം മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട നഗരസഭയുടെ സെക്രട്ടറി, ബിൽഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായിട്ടുള്ള ശ്രീമാൻ സെക്രട്ടറി പേര് ഞാൻ പറയണം. VKTU ഏരിയ പ്രസിഡന്റ് K. അജിതൻ അധ്യക്ഷനായി. CITU ഏരിയ പ്രസിഡന്റ് KP തോമസ്, TO വിൻസെന്റ്, ജിനി രാധാകൃഷ്ണൻ, ബിന്ദു അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ കോംബ്രേരിയ തിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ലിറ്റനി വചന പ്രഘോഷണം, കാഴ്ച സമർപ്പണം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവ്യബലി, ജപമാല, ലിറ്റനി വചന പ്രഘോഷണം, കാഴ്ച സമർപ്പണം എന്നിവ നടക്കും. 25 വ്യാഴാഴ്ച നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കാശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സമാപന ദിവസമായ 28 ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്കും വചന പ്രഘോഷണത്തിനും കോട്ടപ്പുറ രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സുകളിലേക്കാണ് മരം വീണത്. KPSTA മാറ്റുലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.